നമസ്കാരം. ന്യൂസ് 22 അവർക്ക് സ്വാഗതമാണ്. ഇപ്പോൾ എൻ്റെ ഗ്രാമം ഈ ഗാന്ധി മിഷൻ്റെ കീഴിലുള്ള എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വേനൽ കാലത്ത് പക്ഷികൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ പക്ഷികൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മനുഷ്യനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭക്ഷണം സമയാസമയം കഴിക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഈ പക്ഷികളുടെ കാര്യം, മൃഗങ്ങളുടെ കാര്യം ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൺപാത്രം എന്ന പദ്ധതിയാണ് പക്ഷികൾക്ക് ദാഹിക്കുന്ന പക്ഷികൾക്ക് ദാഹജലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പാത്രമാണ്, മൺപാത്രമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ശ്രീമാൻ നാരായൺ മിഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇന്ന് അടൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ സൗജന്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാവർക്കും വാങ്ങാം. വളരെ മനോഹരമായ മണ്ണിൽ നിർമ്മിച്ച ചട്ടിയാണ്. അത് വെള്ളം കൊടുക്കാം. അത് വളരെ വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്താട്ടെ, ഇവിടെ ഒന്ന് കൊടുത്താട്ടെ. ഈ അമ്മയ്ക്കൊന്ന് കൊടുത്താട്ടെ, ഇവിടെ കൊടുക്കൂ. ചേട്ടാ തരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ജീവജലത്തിന് ഒരു മൺപാത്രം എന്ന പദ്ധതിയാണ്. ജീവജലത്തിന് ഒരു മൺപാത്രം പക്ഷികൾക്ക് നമ്മുടെയൊക്കെ കാര്യങ്ങൾ നിത്യന്തരം ഉപയോഗിക്കണല്ലോ. നിത്യം നമ്മളെല്ലാവരും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ദാഹിക്കുമ്പോൾ ജലം നമ്മൾ കഴിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. രൂപയൊന്നുമില്ല. ഇത് ഒരു ഫ്രീ സൗജന്യമായിട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ തരും. ഓക്കെ. താഴെടുക്കണ്ട. എല്ലാവർക്കും തരാം. പക്ഷിക്ക് മനുഷ്യർക്കല്ല, വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷികൾക്ക് വെള്ളം കൊടുക്കാം. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ആരെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ മറക്കുന്നുണ്ടോ? വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കുന്നു, ആഹാരം കഴിക്കേണ്ടത് ആഹാരം കഴിക്കുന്നു. പക്ഷെ പക്ഷികളുടെ കാര്യം നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശ്രീമാൻ നാരായണൻ മിഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ ഒരു വലിയൊരു സംഘമാണ് ഇന്ന് അടൂരിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് വാങ്ങി ഇതും പ്രകാരം കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു മൺപാത്രം ഇന്ന് ഞങ്ങൾ 12 ജില്ലകളിലാണ് ജീവജലത്തിന് ഒരു മൺപാത്രം എന്നുള്ള പദ്ധതി ഞങ്ങൾ പാലക്കാട്, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അടൂര് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ പക്ഷികൾക്ക് വേനലാകുമ്പോൾ പക്ഷികൾക്ക് കുടിക്കുവാനായിട്ട് ദാഹജലത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ മൺചട്ടികൾ വാങ്ങി നിങ്ങൾ പക്ഷികൾക്ക് ജീവജലം നൽകൂ, പ്രകൃതിയെ സംരക്ഷിക്കും. വയ്ക്കലുണ്ടല്ലോ എടുത്ത്
ഇത്രണ്ടല്ലോ എടുത്ത്. പയ്യെ 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 വണ്ടി പയ്യെ 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 പോലെ പോലെ പോലെ. ഈ ജീവജലത്തിനൊരു മൺപാത്രം പദ്ധതി, ഈ പ്രൊജക്റ്റ് പലതരത്തിലുള്ള സമൂഹത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരെണ്ണം ആണ് ഇത്. ഇപ്പോൾ മൺപാത്ര വ്യവസായങ്ങൾ വളരെയധികം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസായം തുടർന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പല തലങ്ങളിലേക്കുണ്ട്. മണ്ണ് കിട്ടുന്നത് മുതൽ അത് ഉണ്ടാക്കാനുള്ള തൊഴിലാളികൾ വരെ, അതിന് സന്നദ്ധനാകുന്ന ഇതിൻ്റെ നടത്തിപ്പിനുള്ള ആ ഒരു മനസ്സുണ്ടായി മുമ്പോട്ട് വരാനുള്ള അങ്ങനെയുള്ളവരെ മുതൽ എല്ലാം പിന്മാറ്റം കൊണ്ട് ഈ വ്യവസായം വളരെയധികം പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ വ്യവസായത്തെ പുനരുദ്ധരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടിയിട്ട് അഖില ഭാരതീയ പ്രജാപതി കുംഭകാർ മഹാസംഘ് പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളുടെ ഈ 14 ജില്ലയിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ സംഘടനകൾക്കെല്ലാം നമ്മൾ സംഘടനകളുടെ പ്രതിനിധികൾക്കൊക്കെ പാത്രങ്ങൾ വിതരണമൊക്കെ ചെയ്ത് ഈ ഒരു കൈത്താങ്ങ് ഈ മൺപാത്ര വ്യവസായത്തിന് കൊടുക്കാൻ ഉള്ള ഒരു വലിയ സാഹചര്യം കൂടി സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വികസനത്തിൻ്റെ പാതയിൽ നമ്മളും കൂടി അണിചേർന്ന് സഹായം ഏകുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മളുടെ ഈ യജ്ഞം മുമ്പോട്ട് പോകട്ടെ. ഈ പക്ഷികൾക്ക് വെള്ളം കിട്ടുന്ന ഈ പദ്ധതി വിജയിപ്പിക്കാനുള്ള വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരുടെ സഹകരണത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണം. ജീവജലത്തിന് ഒരു മൺപാത്രം എന്ന പദ്ധതിയാണ്. ജീവജലത്തിന് ഒരു മൺപാത്രം. പക്ഷികൾക്ക് നമ്മുടെയൊക്കെ കാര്യങ്ങൾ നിത്യന്തരം ഉപയോഗിക്കണമല്ലോ. നിത്യം നമ്മളെല്ലാവരും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ ജലം നമ്മൾ കഴിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, രൂപയൊന്നുമില്ല. ഇത് ഒരു ഫ്രീ സൗജന്യമായിട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ തരും.